بسم الله الرحمن الرحيم. In the name of Allah, the Beneficent, the Merciful. جدد حياة القلب بالقرآن. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. സുഹൃത്തുക്കളെ, കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ മതകാര്യ വകുപ്പ് പരിശുദ്ധ റമദാനിൽ നടത്തിവരുന്ന കിസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായുള്ള പരിപാടിയിലാണ് നാം ഉള്ളത്. വിശുദ്ധ റമദാനിൻ്റെ പുണ്യദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പരിശുദ്ധ ഖുർആനും പരിശുദ്ധ റമദാനും തമ്മിലുള്ള ബന്ധം ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല. അള്ളാഹു അവൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ റമദാനിലാണ് അവൻ്റെ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്ന്. അതുകൊണ്ട് തന്നെ റമദാനിൽ സത്യവിശ്വാസികൾ ഖുർആനുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട്. ഖുർആനുമായി നമ്മുടെ ബന്ധത്തിൻ്റെ ഭാഗമാണ് ഖുർആനിനെ നാം ഇമാമാക്കുക എന്നുള്ളത്. ഖുർആനിനെ നേതാവായി അംഗീകരിച്ച് ഖുർആനിൻ്റെ കൽപ്പനകൾക്കും നിർദ്ദേശങ്ങൾക്കും വിധേയപ്പെട്ട് ജീവിക്കുക, വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആദർശ സംഹിതകൾ, വിശ്വാസങ്ങൾ, ഖുർആൻ മുന്നോട്ട് വെക്കുന്ന കർമ്മ പദ്ധതികൾ, ഖുർആൻ മുന്നോട്ട് വെക്കുന്ന സംസ്കാരങ്ങൾ, ഇവ നമ്മുടെ ജീവിതത്തിലേക്ക് നാം പകർത്തണം. അതുണ്ടാക്കിയെടുക്കുവാനുള്ള കൂടുതൽ ശ്രമങ്ങൾ പരിശുദ്ധ റമദാനിൽ നമ്മിൽ നിന്നുണ്ടാവണം. അതോടൊപ്പം തന്നെ പരിശുദ്ധമായ ഖുർആൻ ധാരാളമായി നാം പാരായണം ചെയ്യണം. നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ പറഞ്ഞത് കാണാം, സുന്ന ഇക്സാറു തിലാവത്തിൽ ഖുർആൻ. ഖുർആൻ ധാരാളമായി റമദാനിൽ പാരായണം ചെയ്യൽ സുന്നത്താണ്. ഖുർആൻ പാരായണം കൊണ്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കഴിയും. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയുണ്ടായി, ഔസിനി യാ റസൂലല്ലാഹ്, എനിക്കൊരു വസിയത്ത് പറഞ്ഞു തരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു അൻഹുവിന് ഏതാനും വസിയത്തുകൾ പറഞ്ഞ കൂട്ടത്തിൽ വളരെ പ്രധാനമായി പറഞ്ഞു കൊടുത്ത മറ്റൊരു വസിയത്താണ് അലൈക ബി തിലാവത്തിൽ ഖുർആൻ. നീ ഖുർആൻ പാരായണം മുറുകെ പിടിക്കുക. ഫഇന്നഹു നൂറുൽ ലക ഫിൽ അർളി വദുഖ്റുൽ ലക ഫിസ് സമാ. അത് നിനക്ക് ദുനിയാവിൽ പ്രകാശമാണ്, നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ സകല മേഖലകളിലും അത് നിനക്ക് പ്രകാശമായിരിക്കും. നാളെ ആഖിറത്തിൽ നിനക്ക് വലിയ സമ്പാദ്യവുമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ഹസന വൽ ഹസനതു ബി അശ്രി അംസാലിഹ. പരിശുദ്ധ ഖുർആനിൽ നിന്നൊരു ഹർഫ് ഒരാൾ പാരായണം ചെയ്താൽ അവനിക്കൊരു നന്മയുണ്ട്. ഓരോ നന്മ 10 മടങ്ങ് പ്രതിഫലമുള്ളതാണ്. ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ലാം മീം ഒരു ഹർഫല്ല, അലിഫ് ഒരു ഹർഫാണ്, ലാം മറ്റൊരു ഹർഫാണ്, മീം ഒരു ഹർഫാണ്. അത് ഓതുന്നതിലൂടെ 30 നന്മകളാണ് ഒരാളിലേക്ക് വന്നു ചേരുന്നത്. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. അത് നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനം നിസ്കാരങ്ങളിൽ നാം പാരായണം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്താണ് ആയത്തുൽ കുർസി. ഈ ആയത്തുൽ കുർസി നമ്മുടെ ജീവിതത്തിൽ പതിവായി നാം കൊണ്ടുവരേണ്ടതുണ്ട്. 5 നേരത്തെ നിസ്കാരത്തിന് ശേഷം പതിവായി ആയത്തുൽ കുർസി ഓതുന്നതിൻ്റെ പുണ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്: മൻ ഖറഅ ആയത്തുൽ കുർസി ഫീ ദുബുരി കുല്ലി സലാത്തിൻ മക്തൂബ
ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നത്തി ഇല്ലാ അൻ യമൂത്ത്. 5 നേരത്തെ നിസ്കാരത്തിന് ശേഷം ഒരാൾ ആയത്തുൽ കുർസി പതിവായി ഓതുകയാണെങ്കിൽ സ്വർഗപ്രവേശനത്തിന് തടസ്സമായി മരണമല്ലാതെ മറ്റൊന്നുമില്ല. 5 നേരത്തെ നിസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി പതിവായി ഓതുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനത്തിന് മരണം മാത്രമാണ് തടസ്സം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ പഠിപ്പിച്ചത്. ഇന്നത്തെ ഈ പ്രോഗ്രാമിലെ എൻ്റെ ചോദ്യം ഇതാണ്: 5 നേരത്തെ നിസ്കാരത്തിന് ശേഷം ഖുർആനിലെ ഒരു ആയത്ത് പാരായണം ചെയ്യുകയാണെങ്കിൽ അവനിക്ക് സ്വർഗപ്രവേശനത്തിന് മരണമല്ലാതെ മറ്റൊരു തടസ്സവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏതാണ് ഖുർആനിലെ ഈ മഹത്തായ ആയത്ത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. جدد حياة القلب بالقرآن كي تطمئن